ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രീഡം. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന പെർഫോമൻസ് ആണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സോഫ്റ്റ് എത്രത്തോളം സിഗ്നൽ തന്നു, അതിനകത്ത് കറക്റ്റായിട്ടുള്ള എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സിലും നമുക്ക് കണ്ടുപിടിച്ചത് എങ്ങനെ എന്നുള്ളത് കാണിക്കാം. അപ്പോൾ 24 തുടങ്ങിയുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ 24 നോക്കിയാൽ ബൈ സിഗ്നലാണ് സോഫ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷനായിട്ട് മാർക്കറ്റ് പോയതാണ്. അപ്പോൾ 21 സോഫ്റ്റ് സിഗ്നൽ തന്നത് മാർക്കറ്റ് ഡൗണിലും അപ് ടണിലും പോയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫ്ലക്ച്വേഷൻ ആയിരുന്നു, പക്ഷേ പിന്നീടും മാർക്കറ്റ് കണ്ടിന്യൂഷനായിട്ട് ഡൗൺ പോയി പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറുമായിരുന്നു. അവിടെ ഒരു ബൈ തന്നിട്ടുണ്ട്, സോഫ്റ്റ് ബൈ കൺഫേംഡും ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് കയറി അവിടെ നിന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ല ഹൈക്ക് പോയിട്ടില്ല, എന്നാലും നമുക്ക് പ്രോഫിറ്റ് ലെവൽ നല്ല രീതിയിൽ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന സെല്ല് നമുക്ക് റിവേഴ്സ് പോയിട്ടുണ്ട്. കൺഫേം ആയിട്ട് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിൾ സോഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം സിഗ്നൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റിനകത്ത് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ എടുക്കണം. അതായത് ഇപ്പം സോഫ്റ്റ് ഇപ്പം ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും നമ്മുടെ സോഫ്റ്റ് സിഗ്നൽ തരുമ്പോൾ അതിൻ്റെ അലേർട്ട് തരും, മുകളിൽ ഡീറ്റെയിൽസ് താഴെ എൻട്രിയും എക്സിറ്റും കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഉണ്ടാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏത് സിഗ്നലാണോ അതിൻ്റെ ടൈമിങ്ങും എൻട്രി പോയിന്റ് ടാർഗറ്റുമാണ് കൊടുക്കുന്നത്. പക്ഷേ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തേച്ചാൽ മതി. കൺഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കണ്ട. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പെർഫോമൻസ് ലൈവ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് ഓൺലൈനായിട്ട് ലൈവ് ഡെമോ 1 ഡേ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ, കോൺടാക്ട് നമ്പർ, വെബ്സൈറ്റ് കംപ്ലീറ്റ് അടക്കം. 15 years എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ 2009 തുടങ്ങി സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ 8ാമത്തെ സ്ട്രാറ്റജിയിൽ എത്തി നിൽക്കുകയാണ്. ലേറ്റസ്റ്റ് വേർഷൻ്റെ പെർഫോമൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ബാർ ചാർട്ടിൽ കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് ലെവലോട് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പ് ഡൗൺസ് കറക്റ്റ് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഇന്നത്തെ കൺസോളേഷൻ മാർക്കറ്റിലാണെങ്കിൽ ഹോൾഡ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ, നമുക്ക് എവിടം വരെ ചെയ്യണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് ട്രേഡേഴ്സ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. നമുക്ക് കോൺഫിഡൻസ് ലെവൽ കിട്ടിയല്ല ക്യാൻഡിൽ സ്റ്റിക്കിൽ. അപ്പോൾ ബാർ ചാർട്ടിലാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഈ റിവേഴ്സിൽ ഇപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ട്രെൻഡി മാർക്കറ്റ് കിട്ടും. പക്ഷേ റിവേഴ്സിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ സോഫ്റ്റിനകത്ത് എക്സ്ട്രാ കളേഴ്സ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഈ 24 പെർഫോമൻസിനെ നോക്കിയാൽ കാണാം. കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ ആയിട്ട് പോയ മാർക്കറ്റിൽ നിന്ന് ബൈ ഇവിടുന്ന് വന്നു, കൺഫേമായി മേളിലേക്ക് കയറിയപ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിവേഴ്സ് പോകുന്ന പോയിന്റിൽ എക്സ്ട്രാ കളർ കാണിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് വന്ന സെല്ല് കൺഫേം ആയിട്ട് നമ്മൾ തിരിച്ച് കയറിയ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗിൽ പോയി, പിറ്റേ ദിവസം നല്ല ബൈ ആയിരുന്നു. ഇടയ്ക്ക് സെല്ല് വന്ന് കൺഫേം ആയിട്ടില്ല. അവിടുന്ന് കറക്റ്റായിട്ട് സോഫ്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ 26 നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബൈ ട്രേഡാണ്. അപ്പോൾ 2 ദിവസമായിട്ട് 25 26 മാർക്കറ്റ് വൺ സൈഡ് മൊമെൻ്റ് ആണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വന്ന 27 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാവിലെ സെല്ല് വന്നു, സെല്ല് കൺഫേം ആയിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് ബൈ ട്രേഡ് വന്ന് കയറി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. പിന്നെ റിവേഴ്സ് വന്ന് കൺഫേം ആയിട്ടില്ല, സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തന്നിട്ടില്ല. എക്സിറ്റ് ചെയ്യാനായിട്ട് ട്രെൻഡ് ലൈൻ വൈസ് നമുക്ക് നോക്കി എക്സിറ്റ് അടിക്കാം. മാർക്കറ്റിൻ്റെ റിവേഴ്സിൽ നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. പിന്നെ തിരിച്ച് കയറി അവിടെയും ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ലാസ്റ്റ് അപ്പോൾ 3 ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇപ്പോഴും ബൈ ട്രേഡ് അതേ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. സ്കാൽപ്പിംഗ് ചെറിയൊരു ട്രേഡ് നമ്മൾ മോർണിംഗിൽ എടുത്തിട്ടുണ്ട് 1 മിനിറ്റ് വെച്ചിട്ട്. അപ്പോൾ അവിടെ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ബൈ കണ്ടിന്യൂഷൻ ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സിഗ്നൽ നമുക്ക് ആക്ച്വലി ഒരു ദിവസം മാത്രമേ റിവേഴ്സിൽ തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും സോഫ്റ്റ്വെയർ കറക്റ്റ് നമുക്ക് കൺഫർമേഷൻ ലെവൽ നമുക്ക് കൺഫേം ആയ സിഗ്നൽ നമുക്ക് നല്ല രീതിയിൽ ബൈ ട്രേഡും പോയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഥവാ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് റിവേഴ്സ് പോയി കഴിഞ്ഞാലും എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ അവിടെ ട്രെൻഡ് ലൈൻ വൈസ് നോക്കിയിട്ട് എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് തരും. അത് റിവേഴ്സലിൻ്റെ വാർണിംഗ് മെസ്സേജ് ആയിട്ട് നമുക്ക് ക്രോസ് അപ്പ് അല്ലെങ്കിൽ ക്രോസ് ഡൗൺ എന്ന് പറഞ്ഞ വാർണിംഗ് മെസ്സേജും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 തരത്തിൽ എക്സിറ്റ് ചെയ്യാം. കൺഫർമേഷൻ ബാർ നോക്കാം, ട്രെൻഡ് ലൈൻ്റെ കളർ നോക്കാം, പിന്നെ അതേപോലെ എക്സ്ട്രാ കളർ നമുക്ക് സൈഡ് വേസ് ഇൻഡിഫിക്കേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ലൈവ് ട്രേഡിലൂടെ നമുക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.